ഗൈസ് ദ കിങ് എന്ന് ചോദിച്ചാലേക്ക് ലച്ചങ്ക് മച്ചന്മാർക്ക് സ്വഭാവം നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബാക്കിൽ ഒരു ലോറി ആയിട്ടുണ്ട്. അതിനകത്തിൽ ഒരു JCB പോലത്തെ സാധനമുണ്ട്. അത് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കണം. അതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. ഈ സാധനം കൊണ്ട് എത്തിച്ചാൽ നമുക്ക് 500 കോടി കിട്ടും. അതുകൊണ്ട് എത്ര ബസ്സൊക്കെ വാങ്ങാൻ കഴിയും. നമ്മൾ അതിന് വേണ്ടിയാണ് ഗൈസ്. ഓക്കെ, ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുന്ന ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ അപ്പൊ ഗൈസ് ഞാൻ മാത്രമല്ല ഗൈസ് നമ്മുടെ ഈ ട്രെയിൻ കൊണ്ടുപോകാനുള്ളത്. നമ്മുടെ കൂടെ അർജുനുണ്ട് ആൻഡ് നമ്മുടെ TJ കുട്ടനുണ്ട്. ഇവരേതാണ്ട് ഈ കറുത്ത പാണ്ടി. എടാ കറുത്ത പാണ്ടി ഇല്ലടാ, നമ്മുടെ TJ എടാ. TJ ഒന്നും എനിക്കറിയത്തില്ല. ഇവനേത്? ഇത് ഞാനാ TJ. നീ ഏത് DJ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവൻ ഏതാണ്ട് ഈ കറുത്ത ഇരുണ്ട കാക്ക? പറയാളങ്ങ് കറുത്ത ഇരുണ്ടയല്ല. എന്തുവാടാ എടാ, എനിക്ക് നിന്നെ അറിയാം. ഞാൻ ചുമ്മാ ഒരു കോമഡിക്ക് അടിച്ചല്ലോടെ. എന്തുവാടാ ഡേ രണ്ടെണ്ണം കൂടെ വണ്ടിക്ക് എത്തിക്കിടന്ന് അടി കൂടാതെ നമ്മൾ എന്തിനു പോകുന്നൊക്കെ നിമാർക്ക് അറിയാവോ? എങ്ങോട്ട് പോകുന്ന? നമ്മൾ ബാക്കിൽ ഒരു ക്രെയിൻ കിടപ്പില്ലേ? നമ്മൾ ആ ക്രെയിൻ ഇന്നൊരു സ്ഥലത്ത് എത്തിക്കണം. നമുക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 500 കോടി കിട്ടും. 500 കോടി കൊണ്ട് എന്തോ എടുക്കാനാ? 500 കോടി കൊണ്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. നിമാർക്ക് വല്ലതും ഉണ്ടോ? ഞങ്ങൾക്ക് എന്തുവാ, ഞങ്ങൾക്കൊന്നും തരത്തില്ലല്ലോ. ഉണ്ടോ? എനിക്കാണെങ്കിലേ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി തരാമോ അണ്ണ? അതാകുമ്പോൾ എനിക്കും കഴിക്കാം, പൈസയും കിട്ടും, എനിക്ക് ഫുള്ള് സീനാവും. എന്നിട്ട് അവിടെ ഫുഡ് റെസ്റ്റോറൻറ്റ് തുടങ്ങി തരും. ആ റെസ്റ്റോറൻറ്റ് ഫുൾ സാധനം ഉടമസ്ഥനായ നീ തിന്നും. എന്നിട്ട് പിന്നെ വരുന്ന ആൾക്കാർക്ക് ഒരു തേങ്ങാണ്ടിയും കാണത്തില്ല തിന്നെ. ഒരു തേങ്ങാണ്ടി അവർക്ക് തിന്നാൻ കാണത്തില്ല. എന്തുവാണോ എടാ, ഇന്നലെ TJ ചെയ്ത പോലെ എൻ്റെ കയ്യിൽ ഞങ്ങൾ ഇന്നലെ സ്റ്റിക്കർ അടിക്കാൻ പോയിരുന്നു. അണ്ണ എന്താണ് എന്നെ വിളിക്കാതെ? പിന്നെ പരീക്ഷ എഴുതുന്ന പകുതിക്ക് വെച്ച് നിന്നെ വിളിച്ചോണ്ട് പോയി എനിക്കും തര പ്രാന്താണ്. ഓ സോറി അണ്ണാ, സോറി അണ്ണാ. പിന്നെ ബസ് എടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ TJ ആണെങ്കിൽ ഇന്നലെ ഞങ്ങൾ സ്റ്റിക്കർ അടിക്കാൻ പോയില്ലേ, നിന്നെ വിളിക്കാതെ നിനക്ക് പരീക്ഷ ആയതുകൊണ്ടാണ്. എടാ ഇന്നലെ എൻ്റെ കയ്യിൽ 2000 രൂപ ഉള്ളായിരുന്നപ്പോൾ ഇന്നലെ എടാ ഞങ്ങൾ അപ്പം ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയി. എടാ പോയിട്ട് ഇന്നലെ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ആകെ 2000 രൂപ ഉള്ളായിരുന്നു. 2000 രൂപ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ TJ പറയുകയാണേ, അണ്ണാ 2000 രൂപയ്ക്ക് നമുക്ക് ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന്. നമ്മുടെ TJ അല്ലേ ആള്, പുള്ളി 2000 രൂപയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാം ട്രാവലറിൻ്റെ എല്ലാം കാണിച്ച് ഫുഡ് കഴിക്കാൻ കയറി. പുള്ളി എന്നെ 4000 രൂപയ്ക്ക് മുടിപ്പിച്ച്. ലാസ്റ്റ് ഞാൻ ഒരു 50 പ്ലേറ്റ് കഴുകി കൊടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയത്. അതുകൊണ്ട് എൻ്റെ ഈ പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പണിയുന്നത്. ഒന്നോ കൊള്ളൂലോ അവൻ അണ്ണനെ മുടിപ്പിച്ചല്ലോ. എന്തുവാളെ കളിയാക്കുന്നത്? ഞങ്ങളത് കളിയാക്കിയില്ല. നീ എന്തോന്നട അണ്ണനെ മുടിപ്പിച്ച് വാരിയല്ലോടാ. അതുമല്ല 50 പ്ലേറ്റ് അണ്ണനെ കൊണ്ട് കഴിയിപ്പിക്കുകയും ചെയ്ത്. ഇവരൊക്കെ ആണോ അണ്ണ കൂടെ കൊണ്ടു നടക്കുന്നത്? പാവല്യൊരു TJ, നമ്മുടെ TJ കുട്ടനുള്ളതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ കൂടെ ഒരു കൂട്ടിനൊരാളുണ്ടായിരുന്നത്. നീ ഇന്നലെ പരീക്ഷ ആയതുകൊണ്ട് നിന്നെ വിളിക്കാനും പറ്റിയില്ല. അണ്ണ എന്തോ കാണിച്ചതാണ്, നമ്മുടെ വണ്ടി പോയതുകൊണ്ട് ഇടിച്ച്. എടാ ഇടിച്ചില്ലടാ, ഞാൻ ഒന്ന് സ്കിഡ് അടിക്കാൻ നോക്കിയത്. പക്ഷെ വണ്ടി അങ്ങ് സ്കിഡായി പോയി. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. വെറ്റി. ഓക്കെ സെറ്റ് മതിയാ. എടാ ഞാനൊന്ന് സ്കിഡ് അടിക്കാൻ നോക്കിയതാടാ. അണ്ണാ സ്കിഡ് അടിച്ച് നമ്മളിപ്പോൾ പരലോകത്ത് പോയേനെ. ആണണ്ണ, പരലോകത്ത് പോയായിരുന്നെങ്കിൽ നമുക്ക് ദിവസം മേഘത്തെയൊക്കെ പിടിച്ച് തിന്നായിരുന്നു. എന്തൊരു പൊട്ടത്തരോടാ പറയുന്നേ? ഇന്നലെ തൊട്ട് ഇവൻ ഇതേ തന്നെ ജോലി. പൊട്ടത്തരല്ലാതെ വേറൊന്നും പറയത്തില്ല. പല്ലോത്ത് പോയ മേഘത്തെ പിടിച്ച് തിന്നെ. നീ ആര്? മേഘത്തിന്റെ രാജാവും. എന്തുവാണ് ഇങ്ങനെയൊക്കെ? TJ ആണെങ്കിൽ അണ്ണൻ്റെ കൂടെ കളിയാക്കാൻ നിൽക്കുന്നത്.
എടാ ടി ജെ കൊള്ളാടാ, ടി ജെ കൊള്ളാം, നീ കൊള്ളാം. നമ്മള് പണ്ടേ കൊള്ളാം, ഈ ഒന്നും പറയണ്ട കൊള്ളാവെന്നൊന്നും. എന്നെ പിന്നെയും താറ്റി. എടാ എന്തോന്നടാ, അണ്ണന് കൂടെ നിന്നല്ലോ അണ്ണ, എന്തുവാണ് ഇങ്ങനൊക്കെ? എടാ ചുമ്മാ രസമല്ലടാ ഇതൊക്കെ. അണ്ണ രസം സാമ്പാറാവാതിരുന്ന കൊള്ളാം. സാമ്പാരിയായിട്ടൊന്നും എടുക്കണ്ട, ഞങ്ങള് സമാജയ്ക്ക് പറയുന്നത്. ഓക്കേടാ ടി ജെ പണ്ടേ മുത്താണ്. നമ്മള് പണ്ടേ മുത്താണ്. ഡേ മുത്തും പവിഴും ഒക്കെ മിണ്ടാതിരിയടേ. വണ്ടി ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ. നിമാര് കാരണം ഇന്നലെ നിമാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കിയത്. ഡ്രിഫ്റ്റ് അടിച്ച് ഒരു ആംബുലൻസ് നമ്മളെ ക്രെയിനിൽ തട്ടി പറന്നുപോയി. ഇനി അവനെ ഇനിയും പൈസ കൊടുത്തത് നമ്മൾ, അതുകൊണ്ടാണ് പെട്ടെന്നങ്ങ് മുങ്ങിയത്. പക്ഷേ പൈസ ഇല്ല, 2 കൂടി ഇടിയിട്ട് ഇവിടെ മുത്തും പവിഴും ആക്കി കളഞ്ഞു. അണ്ണാ ബസ്സിന് ഓവർടേക്ക് ചെയ്യണ്ണ, ഹോൺ അങ്ങോട്ട് അടിയണ്ണ. ഓടടിക്കില്ല, ഓണിൻ്റെ അണ്ണാക്ക് പൊളിഞ്ഞിരിക്കുക. അങ്ങനെ കേട്ടാൽ വല്ല MBD ഒക്കെ വന്നാൽ, അതുമല്ല സൈഡിലെങ്ങാണ്ട് MBD എങ്ങാണ്ട് നിപ്പുണ്ട്. അതുകൊണ്ട് ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ MBD പോകുന്നുണ്ട്. അമ്മാരെങ്ങനെ കണ്ട ഇനി അത് മതി പെറ്റിയടിക്കുക. അണ്ണൻ കോടീച്ചനല്ലയോ, അപ്പൊ അണ്ണനെ കൊടുക്കാമല്ലോ. എന്നിട്ടല്ലേ ഇന്നലെ 4000 രൂപ പോലും കൊടുക്കാതെ പ്ലേറ്റ് കഴുകിയിട്ട് വരേണ്ടി വന്നത്. അണ്ണാ അത് ശരിയുണ്ടോ? ഇത് ടി ജെ എല്ലാവരെയും മുടിപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ അണ്ണ. ടി ജെ അങ്ങെടുത്ത് ഒരു തന്നെ അണ്ണ. നിന്നെ മുടിപ്പിക്കൂടാ അണ്ണാ, പറഞ്ഞത് കേട്ടോ അണ്ണാ. ഓരോക്കെ ഒരു മുട്ടായി പോലും മേടിക്കാനുള്ള പൈസ ഇല്ല അണ്ണാ, എന്നിട്ട് എന്നെ മുടിപ്പിക്കുന്നുണ്ട. അയ്യോ അണ്ണാ, എന്നെ രസിക്കണേ അണ്ണാ. അയ്യോ അണ്ണാ, അയ്യോ അണ്ണാ. നിനക്കപ്പൊ ഒരു മുട്ടായി മേടിക്കാൻ കാശുള്ളല്ലോ, മുട്ടായി മേടിച്ചെല്ലാം തീർത്തുള്ളൂ. അണ്ണാ പറഞ്ഞത് കേട്ടോ അണ്ണ, ഞാൻ മുട്ടായി വാസു. അത് അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നീ എപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും മുട്ടായി മേടിച്ചോണ്ടല്ലേ പോകത്തുള്ളൂ. അണ്ണ എന്തുകൊണ്ടാ മുട്ടായാണോ അണ്ണ ഞാൻ മേടിക്കുന്നത്? ഞാൻ ലോലിപ്പോപ്പല്ലേ അണ്ണ മേടിക്കുന്നത്. അണ്ണൻ എന്തുവാണ്ട് ഇങ്ങനെയൊക്കെ, എന്തുവാണ്ട? അയ്യോ അണ്ണാ, അയ്യോ. നിനക്കെന്താ വയ്യേ? എനിക്ക് വയ്യായിരിക്കൊന്നുമില്ല. വയ്യായിരിക്കും ഉണ്ടായിരുന്നെ നിങ്ങളുടെ കൂടെ വരുവോ അണ്ണ? അണ്ണനെ ഡേയ് അവനെന്നെ ഊക്കാൻ വളർന്നിട്ടൊന്നുമില്ല. അവനെന്നെ ഊക്കുവാണെങ്കിൽ അവനെ ഈ ചെക്ക് പോസ്റ്റിന്റെ മണ്ടയ്ക്കോട്ട് എടുത്തിനെ എറിയും. അണ്ണ എന്തുവാ അണ്ണനെ എറിയാനൊക്കെ അണ്ണ? ഞാൻ 65 കിലോ ഉണ്ട്. 65 കിലോ? ഇനി എന്ത് ആനയോ? അതണ്ണ തിന്ന് 65 കിലോ അങ്ങ് ആയിപ്പോയി. എന്തുവാടാ ഇത് 65 കിലോയോ? എന്താ പറയാനാണോ ടി ജെ, തിന്ന് 65 കിലോ ആയിപ്പോയി. ഡേയ് നമ്മൾ ഇറക്കുന്ന സ്ഥലം എത്തി കേട്ടോ, സ്ഥലം എത്തിയടേ. അതിനിപ്പോ ഞങ്ങളെന്താ വേണമെന്ന്? നിങ്ങൾ തലയും കുത്തിക്ക് അണ്ണ. വണ്ടിക്കകത്ത് തലയും കുത്തിക്കാൻ സ്ഥലമില്ല അണ്ണ. തലയും കുത്തി സ്ഥലമില്ല, നീ വെളിയിലോട്ട് ഇറങ്ങിക്കടാ. ഓക്കെ അണ്ണ, ഓക്കെ. ഡേയ് വണ്ടിക്കകത്തൊന്നും ഇറങ്ങി പോലെ, നീ തെറിച്ച് പറന്ന് പോവും. നീ അത്രേ ഉള്ളൂ അണ്ണ. 65 കിലോ ഉണ്ട് അണ്ണ, പറന്നൊന്നും പോകത്തില്ല. ചിലപ്പോൾ തെറിച്ച് പോവായിരിക്കും. ഡേയ് 65 കിലോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വണ്ടിക്കകത്തൊന്ന് തെറിച്ച് പോയതാ. ശരിയാണല്ലോ അണ്ണ, അണ്ണൻ പറഞ്ഞത് താങ്ക്സ്. അല്ല ഞാനിപ്പോൾ വെളിയിൽ ഇറങ്ങിപ്പോയേനെ. കൊള്ളാടാ അർജുനെ. ഡേ ഇവിടെ നമുക്ക് എന്തുവാ കാട്ടിക്കൂടൊക്കെ പോന്നു? ഞാൻ പൊട്ട കാടല്ലേ തടി വെട്ടിയിട്ടേക്കുന്നത് കണ്ടോ? നമുക്ക് ഈ ക്രെയിൻ ഇവിടെ ആണേ കൊടുക്കുന്നത്. ക്രെയിനല്ലോ ലോറിയാണ്, എന്തോ ഒരു സുനാപ്പി. ക്രെയിനാണോ? ഓ ഞാനൊന്നും ശ്രദ്ധിച്ചില്ലടേ. നമുക്ക് ഇങ്ങോട്ടാണ് ഇറക്കണ്ടത്. നമുക്ക് അപ്പുറത്തോട്ട് പോയി കറങ്ങി അങ്ങോട്ട് കൊണ്ടുപോയി ഇറക്കണം. ഇവിടെ മൊത്തം കുറ്റിക്കാടാണല്ലോടെ. ഞാനോ എന്നാ വല്ല കുത്തും പതുക്കെ പോ. പൊട്ട ഡി ജെ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലയോടാ? തടി വെട്ടുന്ന സ്ഥലമാടാ പൊട്ടമാക്കടി. എടാ നീ എന്തുവാടാ മാക്രിത്തലേ മാക്രി? എനിക്ക് മനസ്സിലായില്ലേ തടി വെട്ടുന്ന സ്ഥലവും. അടേ അവന് മനസ്സിലായില്ലടേ. അർജുനെ വെറേ, നമുക്ക് ഇങ്ങോട്ടാണ് ഇവിടാണ് ക്രെയിൻ എടുക്കേണ്ടത് നമുക്ക്. ഓക്കെ നമ്മളിവിടെ നിർത്തി. അങ്ങനെ ഞാനും
അർജുനും ടീജയും കൂടെ നമ്മുടെ ആ ക്രെയിൻ എടുക്കുന്ന സ്ഥലത്തെത്തി. പുള്ളിക്കാർ രണ്ടുപേരും വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ ലോറിയും കൊണ്ട് നമുക്ക് ഇനി വീട്ടിൽ പോകണം. നൈസ് 500 കോടി നാളെ കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത ദിവസം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ